എല്ലാവർക്കും അമിക്ക എഡുഹബിൻ്റെ റീസണിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീസണിങ്ങിൽ വരുന്നത് തന്നെ നമ്മളെ ലോജിക് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം മാത്സ് പ്ലസ് ലോജിക്ക് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. മാത്സ് വിത്തൗട്ട് ലോജിക്ക് 0, ലോജിക്ക് വിത്തൗട്ട് മാത്സ് 0 എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്സ് വളരെ സ്ട്രോങ് ആയ കുട്ടികൾ തെറ്റിക്കുന്ന ടൈപ്പ് ചില ചോദ്യങ്ങളുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് CSEB മാത്രമല്ല, ഒരുവിധം എല്ലാ മത്സര പരീക്ഷകളിലും വരുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. എ ഫാർമർ ബിൽറ്റ് എ ഫെൻസ് അറൗണ്ട് ഹിസ് സ്ക്വയർ പ്ലോട്ട്. ഹി യൂസ്ഡ് 32 ഫെൻസ് പോൾസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ പ്ലോട്ട്. ഹൗ മെനി പോൾസ് ഡിഡ് ഹി നീഡ് ആൾട്ടുഗദർ? മലയാളത്തിലുണ്ട് ചോദ്യങ്ങൾ. നമുക്കറിയാം CSEB നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കാര്യത്തിൽ മാത്രം, ചില സമയത്ത് മാത്രം ഇംഗ്ലീഷോ മലയാളമോ ആയി പോകും, കുഴപ്പമില്ല. ഒരു കൃഷിക്കാരൻ തൻ്റെ സമചതുരാകൃതിയിലുള്ള പുരയിടത്തിന് ചുറ്റും കഴകൾ ഉപയോഗിച്ച് വേലി കെട്ടാൻ തീരുമാനിച്ചു. പുരയിടത്തിൻ്റെ ഓരോ വശത്തും 32 കഴകൾ എന്ന രീതിയിലാണ് ഉപയോഗിച്ചുവെങ്കിൽ ആകെ എത്ര കഴകൾ വേണ്ടിവരും? അങ്ങനെ നമുക്ക് ഇവിടെ ആൻസർ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. 130 കഴകൾ, 128 കഴകൾ, 124 ടോട്ടലാട്ടോ, മൊത്തത്തിൽ അതിന് ചുറ്റുമുള്ളതാണ് വേണ്ടത് നമുക്ക്. 120 കഴകൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലരും ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കറിയാം സമചതുരാകൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വശത്തും 32 ആണെങ്കിൽ 4 വശത്ത് 32, 32 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം ഇവിടെ ഉണ്ടല്ലേ, 128 ആയിരിക്കും ഉത്തരം എന്ന് നമ്മൾ എഴുതും അല്ലേ? നിങ്ങൾ പലരും ചിലപ്പം എഴുതിയിട്ടുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, 128 ആണോ ആൻസർ? വേറെ ഏതെങ്കിലും എന്താ പറയുക, ഇതിൽ നമുക്ക് വേറെ അത് കൂടാതെ 3 ഓപ്ഷൻ ഉണ്ട്, 130 ഉണ്ട്, 124 ഉണ്ട്, 120 ആണ്, ഇനി അതിലേക്ക് ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിന്ത പോയിട്ടുണ്ടാവും അല്ലേ? ലോജിക്ക് അല്ലേ? നമുക്ക് ആ ഒരു ലോജിക്കാണ് നമുക്ക് വേണ്ടത് അല്ലേ? നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ പരീക്ഷ എന്ന് പറയുന്നത്, നമ്മളെ CSEB പ്രത്യേകിച്ചും നമ്മളെ മാത്സ് അല്ല നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് എന്താ ചോദിക്കുന്നത്? നമുക്ക് ചോദിക്കുന്നത് റീസണിങ് ആണ്, ലോജിക്കാണ്. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിന് മുമ്പിലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല അല്ലേ? അത് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത, റീടേക്ക് ഇല്ലാത്തൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാത്തിനും നമുക്കറിയാം 128 നമ്മൾ വലിയ ആൻസർ പ്രശ്നമൊന്നുമില്ല അല്ലേ? 32 × 4, ഒരു വശത്ത് 32, 32 × 4 128 ആണ് എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക അല്ലേ? ഒന്നും കൂടെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ചിലപ്പം ആ ആൻസർ നമുക്ക് തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അവിടെ നമുക്കറിയാം, അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 124 ആണ്. എത്ര പേർക്ക് കിട്ടി 124? എത്ര പേർക്ക് കിട്ടി 124? എനിക്കറിയാം കുറച്ച് കുട്ടികൾക്ക് എന്തായാലും അല്ലേ, കുറച്ച് കുട്ടികൾക്ക് എന്തായാലും 124 ആൻസർ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ ചോദ്യത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്, അല്ലെങ്കിൽ ലോജിക്കാണ്. നമ്മൾ പ്യുവർ മാത്സ് എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോൾ മാത്സ് വിത്തൗട്ട് ലോജിക്ക് 0 ആണ്, അതുപോലെ ലോജിക്ക് വിത്തൗട്ട് മാത്സ് 0 ആണ്. രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അല്ലേ? എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക അല്ലേ? വളരെ സിമ്പിൾ ആണ്. എന്താണ് ഇവിടെ വരുന്നത്? ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്താ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു സ്ക്വയർ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാം നമുക്കിവിടെ ഇത് 4 കഴകളാട്ടോ, 4 പോൾസ് ആണ് ഇവിടെ. ഈ മൂലക്കൊരു പോളുണ്ട്, ഈ മൂലക്കൊരു പോളുണ്ട്, ഈ മൂലക്കൊരു പോളുണ്ട്, ഈ മൂലക്കൊരു പോളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് മൊത്തം വരേണ്ടത് എത്രയാണ്? 32. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇടയിൽ 30 വരണം. ഈ ഭാഗത്ത് ആകെ വരേണ്ടത് എത്രയാണ്? 32. ഈ രണ്ടും കൂട്ടിയിട്ട് 32. അപ്പോൾ ഇതും കൂട്ടാണ്ട് 30 വരണം. അതേപോലെ ഈ ഭാഗത്ത് എത്ര വരണം? 32. അപ്പോൾ ഇതും കൂട്ടാണ്ട് അടിയിൽ എത്ര വരണം? 32 വരണം. 30 വരണം. ഇനി ഇതും കൂട്ടിയിട്ട് 32 വരണം. അപ്പോൾ ഇതും കൂട്ടാണ്ടോ? ഇതും കൂട്ടാണ്ട് എത്ര വരണം? 30 വരണം അല്ലേ? അപ്പം നമുക്ക് ആലോചിച്ച് നോക്കുക അല്ലേ? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ മായ്ച്ചു കളയാ, സിമ്പിൾ ആണല്ലേ? അപ്പം നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കുക അല്ലേ? എല്ലാം ഒന്ന് ചിന്തിക്കുക. മാർക്ക് നമ്മൾ
നമ്മളെ കയ്യിൽ വരും. എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ ഇവിടെ 30, 30, 30, 4 30 എന്ന് പറയുന്നത് 120. അതിൻ്റെ കൂടെ ഒരു 4 മൂലക്കും ഓരോന്ന്, അപ്പോൾ 124. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ മനക്കണക്കാണ്. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് മനക്കണക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, നമ്മുടെ ബ്രെയിൻ ടീസേഴ്സ് എന്ന് പറഞ്ഞ ആ രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് റീസണിങ്, ലോജിക്ക്, അതാണ് ഇപ്പോഴത്തെ പരീക്ഷകളിൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. പണ്ടത്തെ മനക്കണക്കാണ് അല്ലെങ്കിൽ ബ്രെയിൻ ടീസേഴ്സ് ആണ് ഇപ്പോഴത്തെ പരീക്ഷയിൽ റീസണിങ് എന്ന രീതിയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക.